ഫോൺ ഉപയോഗം റിലേഷൻഷിപ്പിനെ മോശമായി ബാധിക്കുമോ എന്നുള്ളത് പല കപ്പിൾസിന്റെയും ഒരു സംശയമാണ്. 2020 ജേണൽ ഓഫ് സെക്സ് റിസർച്ചിൽ പബ്ലിഷ് ചെയ്തൊരു പഠനം അനുസരിച്ച് 91.5% പുരുഷന്മാരും 60% സ്ത്രീകളും ഫോൺ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ ഫോൺ ഉപയോഗിച്ചത് കൊണ്ട് അവരുടെ റിലേഷൻഷിപ്പ് എല്ലാം 100% പ്രശ്നത്തിലേക്ക് പോകും എന്ന് പറയാനായിട്ട് സാധിക്കില്ല. വളരെ സേഫ് ആയിട്ട് ഹെൽത്തി ആയിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ അതൊരു അഡിക്ഷനിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും അത് റിലേഷൻഷിപ്പിനെ മോശമായിട്ട് ബാധിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പലപ്പോഴും അത് ഈ വീഡിയോസിൽ കാണുന്നതൊക്കെ റിയാലിറ്റി ആണെന്ന് തെറ്റിദ്ധരിക്കുകയും അത് തന്റെ പങ്കാളിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുകയും ചെയ്യുമ്പോഴും തന്റെ പങ്കാളിയുമായിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പിലെ സാറ്റിസ്ഫാക്ഷൻ കുറയുമ്പോഴും പങ്കാളിയെ ആ വീഡിയോസിൽ കാണുന്ന ആക്ടേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് ഉണ്ടാവുമ്പോഴും ഒക്കെയാണ് ഇതൊരു ബന്ധത്തെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നത്. എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത്, തന്റെ ഉപയോഗം ഒരു ഡേഞ്ചറസ് ലെവലിലാണ് എന്നുള്ളത് മനസ്സിലാക്കുകയും അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതും, പങ്കാളിയുമായിട്ട് എന്തൊക്കെയാണ് സെക്ഷൽ റിലേഷൻഷിപ്പിൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ളത്, അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് ചർച്ച ചെയ്യുകയും തന്റെ ഫാന്റസീസ് പ്രാക്ടിക്കൽ ആണോ എന്നുള്ളത് പങ്കാളിയുമായിട്ട് ചർച്ച ചെയ്യുന്നതിലൂടെയും പങ്കാളിയുമായിട്ട് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയും ഫോർപ്ലേ പോലെയുള്ളവ നിങ്ങളുടെ സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് സാധിക്കും. സ്വയം അതിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പ് തേടുക.